KMIC 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 News 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. ചരിത്രപ്രസിദ്ധമായ താത്തൂർ ശുഹദ ആണ്ടുനേർച്ച അടുത്ത മാസം 4 മുതൽ. പ്രവാസി വായന ഖത്തർ നാഷണൽ തല പ്രചാരണ ക്യാമ്പയിനിന് തുടക്കമായി. മീലാദ് സമ്മേളനത്തിന്റെ ഭാഗമായി അഖില കേരള ഖുർആൻ പാരായണ മത്സരം നവംബർ 12 കൊച്ചിയിൽ. പ്രസ്താവനകൾക്ക് പുല്ലുവില, ചേളാരി ഫ്ലക്സുകളിൽ ഫോട്ടോ പ്രദർശനങ്ങൾ കൊഴുക്കുകയാണ്. കലാസാഹിത്യാവിഷ്കാരങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും അരങ്ങുണർത്തി RC ദുബൈ സോൺ സാഹിത്യോത്സവ് ഒക്ടോബർ 30. പിണറായിയുടെ RSS വിരോധം അവസരവാദപരമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇരുമുന്നണികൾക്കും നായകൻ തലവേദന, ചർച്ചകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വഴിമാറുന്നു. വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന ജനത്തെ വലച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില സർവകാല റെക്കോർഡിലേക്ക്. ഉത്തരേന്ത്യയിൽ ശക്തമായ ഭൂചലനം. ഡൽഹി, കാശ്മീർ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഭൂചലനമുണ്ടായത്. വാർത്തകൾ വിശദമായി. പിണറായി വിജയന്റെ RSS വിരോധം അവസരവാദപരമാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. 77-ൽ ജനസംഘത്തിനൊപ്പം മത്സരിച്ചവരാണ് CPM. അന്ന് പിണറായി എവിടെയായിരുന്നെന്നും അദ്ദേഹം ചോദിച്ചു. BJPയോടുള്ള കോൺഗ്രസിന്റെ നയത്തിൽ മാറ്റം വന്നിട്ടില്ല. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന CPM നിലപാട് സ്വാഗതാർഹമാണ്. ലീഗിനെ ഇതുവരെ പരസ്യമായി അവഹേളിച്ചതിനും അപമാനിച്ചതിനും CPM മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയപ്പോഴായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. 4 വോട്ടിനു വേണ്ടി എന്ത് ചെറ്റത്തരവും കാണിക്കാൻ ഉമ്മൻചാണ്ടി മടിക്കില്ലെന്ന പിണറായിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അധോലോക നായകൻ ഛോട്ടാ രാജനെ പിടികൂടി. സിഡ്നിയിൽ നിന്ന് ഇന്തോനേഷ്യയിലെ ബാലിയിലെത്തിയപ്പോഴായിരുന്നു ഇന്റർപോൾ ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഓസ്ട്രേലിയൻ പോലീസ് നൽകിയ വിവരത്തെ തുടർന്നായിരുന്നു അറസ്റ്റ്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ AFPയാണ് വാർത്ത പുറത്തുവിട്ടത്. മുംബൈ സ്ഫോടനം ഉൾപ്പെടെ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയാണ് ഛോട്ടാ രാജൻ. 1993-ലെ മുംബൈ സ്ഫോടനത്തിന് ശേഷം ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഇന്റർപോൾ 1995-ലാണ് ഇയാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചത്. അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ വിശ്വസ്തനായിരുന്നു ഛോട്ടാ രാജൻ. ഉത്തരേന്ത്യയിൽ ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടു. ഡൽഹി, കാശ്മീർ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായിരുന്നു ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ പ്രകമ്പനം 30 സെക്കൻഡിലധികം നീണ്ടുനിന്നു. ഉച്ചയ്ക്ക് ശേഷം 2:43 ഭൂചലനം. അഫ്ഗാനിസ്ഥാൻ അതിർത്തി പ്രദേശമായ ഹിന്ദുകുഷ് ആണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഡൽഹിയിലും മറ്റും കെട്ടിടങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഭൂചലനത്തെ തുടർന്ന് ഡൽഹി മെട്രോ സർവീസ് നിർത്തിവച്ചിരിക്കുകയാണ്. ജമ്മു കാശ്മീരിൽ വാർത്താവിനിമയ വൈദ്യുതി ബന്ധങ്ങൾ താറുമാറായി. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂട് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ദിശനിർണയ ചർച്ചകളിലേക്ക് വഴിമാറുന്നു. പ്രാദേശിക പ്രശ്നങ്ങൾ താഴെത്തട്ടിൽ പ്രചാരണ വിഷയമാകുമ്പോഴും സംസ്ഥാന തലത്തിൽ ഉയർന്നു കേൾക്കുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആരവങ്ങളാണ്. 5 മാസം കഴിഞ്ഞാൽ നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന ചർച്ചകൾ ഇരുമുന്നണികളിൽ നിന്നും ഉയർന്നു തുടങ്ങി. UDFൽ തുടങ്ങിവെച്ചത് KPCC പ്രസിഡന്റ് VM സുധീരനെങ്കിൽ LDFലെ ചർച്ചകൾക്ക് CPI തുടക്കമിട്ടിരിക്കുന്നത്. അടുത്ത തിരഞ്ഞെടുപ്പിലും UDFനെ ഉമ്മൻചാണ്ടി നയിക്കുമെന്ന സുധീരന്റെ തുറന്നു പറച്ചിലാണ് ചർച്ചകളെ ഈ ദിശയിലേക്ക് നീക്കിയത്. LDFനെ VS അച്യുതാനന്ദൻ നയിക്കുന്നതാണ് നല്ലതെന്ന് CPI നിയമസഭാ കക്ഷി നേതാവ് C ദിവാകരനും വ്യക്തമാക്കിയിരുന്നു. ഇരു നേതാക്കളുടെയും പ്രസ്താവന അനവസരത്തിലെന്ന് ചൂണ്ടിക്കാട്ടി വിവാദം ഒഴിവാക്കാൻ നേതൃത്വത്തിന്റെ ശ്രമമെങ്കിലും ഇത് പൂർണ്ണമായി വിജയിച്ചിട്ടുമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇരുമുന്നണികളെയും അലട്ടുന്ന പ്രധാന ചർച്ച നായകൻ ആരെന്നതിനെ ചൊല്ലിയാകുമെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ തന്നെ ഉയരുന്ന ഭിന്നസ്വരങ്ങൾ. പാർട്ടി സെക്രട്ടറി പദമൊഴിഞ്ഞ പിണറായി വിജയനെ നായകനാക്കി തിരഞ്ഞെടുപ്പ് നേരിടാനൊരുങ്ങുന്ന CPMന് VS ഇനിയും വെല്ലുവിളിയാകുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ 2 തവണയും ആദ്യം സീറ്റ് നിഷേധിക്കുകയും പിന്നീട് ജനവികാരം കണക്കിലെടുത്ത് VSനെ കളത്തിലിറക്കി മുന്നിൽ നിർത്തുകയും ചെയ്തതാണ് CPMന്റെ ചരിത്രം.
പ്രതിപക്ഷ നേതൃപദവിയിൽ നിന്ന് നീക്കാൻ ആലോചിച്ചിട്ട് പോലും ഇതുവരെ അത് സാധ്യമായിട്ടില്ലെന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ട് VS കളം നിറഞ്ഞ് കളിക്കുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ എന്നതാകും UDFിലെ തർക്കം. കഴിഞ്ഞ തവണ തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നതുമാണ്. വികസന അജണ്ടക്കാരെ കരുതിയിരിക്കുക, വോട്ടർമാർക്ക് മുന്നറിയിപ്പുമായി കുടിയിറക്കപ്പെട്ടവർ. വിശദമായ റിപ്പോർട്ടിലേക്ക്. വികസനം പ്രധാന അജണ്ടയാകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ വേദനയും പ്രധാന വിഷയമാകും. വാഗ്ദാന ലംഘനത്തിന്റെ അനുഭവ കഥകളുമായി കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പുമായി വോട്ടർമാർക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് വികസനത്തിന്റെ പേരിൽ പെരുവഴിയിലാക്കപ്പെട്ടവരുടെ കൂട്ടായ്മയുടെ തീരുമാനം. ഇത് മുന്നണികൾക്ക് തലവേദനയാകും. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രചരണമാണ് ലക്ഷ്യം. വോട്ടർമാർക്ക് സന്ദേശം എത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യും. നോട്ടീസ് അച്ചടിക്കൽ ഉൾപ്പെടെയുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണ്. വികസനത്തിന്റെ പേരിൽ മോഹന വാഗ്ദാനം നൽകി കുടിയൊഴിപ്പിച്ച ശേഷം തിരിഞ്ഞു നോക്കാത്ത രാഷ്ട്രീയക്കാരെ തുറന്നുകാട്ടാൻ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തിയും പ്രചരണം നടത്തിയുമാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ സംഘടനകൾ രംഗത്തുണ്ടായിരുന്നത്. എന്നാൽ ജനത്തിന്റെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഈ പ്രചരണങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് വികസനത്തിന്റെ പേരിലുള്ള വഞ്ചനയും തട്ടിപ്പും തുറന്നുകാട്ടുന്ന ഫലപ്രദമായ പ്രചരണത്തെക്കുറിച്ച് ആലോചിച്ചത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ തുടക്കമിട്ടെങ്കിലും സംസ്ഥാന വ്യാപക പ്രചരണത്തിന് അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കുടിയൊഴിപ്പിച്ചിട്ടും പുനരധിവാസം ലഭിക്കാത്തവരെ ഉൾപ്പെടുത്തി വാഹനജാഥയാണ് അരുവിക്കരയിൽ നടന്നത്. വല്ലാർപാടം പദ്ധതിയുടെ ഭാഗമായി കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ നേതൃത്വത്തിൽ കൊച്ചിയിലെ മൂലമ്പിള്ളിയിൽ രൂപം കൊണ്ട പ്രതിഷേധമാണ് പിന്നീട് വ്യക്തമായ പുനരധിവാസമില്ലാതെയുള്ള വികസന പദ്ധതികൾക്കെതിരെ കേരളം മുഴുവൻ അലയടിച്ചത്. കുടിയൊഴിപ്പിക്കപ്പെടലുകൾക്കെതിരെ കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതിയും രൂപം കൊണ്ടു. സമിതിയുടെ തലപ്പത്തുള്ള ഡോക്ടർ NA കരീം ഉൾപ്പെടെയുള്ളവരുടെ അനുമതിയോടെയാണ് വികസന അജണ്ടയ്ക്ക് പിന്നിലെ കാപട്യം തുറന്നു കാട്ടുന്ന പരിപാടികളുമായി രംഗത്തുവരുന്നതെന്ന് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മൂലമ്പിള്ളി കോഓർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കളത്തുങ്കൽ പറഞ്ഞു. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. RSS പ്രവർത്തകർ ബീഫ് കഴിക്കുന്നതിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത യുവാവിന്റെ ബൈക്ക് കത്തിച്ചു. കൊല്ലം മങ്ങാട് സ്വദേശി സാജന്റെ ബൈക്കാണ് ഒരു സംഘം കത്തിച്ചത്. RSS പ്രവർത്തകരാണ് സംഭവത്തിന് പിന്നിലെന്നും പരാതി നൽകിയിട്ടും പോലീസ് കേസെടുക്കുന്നില്ലെന്നും സാജൻ പറഞ്ഞു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി 1 മണിയോടെയാണ് മങ്ങാട് വീടിന് സമീപം നിർത്തിയിട്ടിരുന്ന ബൈക്ക് ഒരു സംഘം കത്തിച്ചത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ബൈക്ക് കത്തുന്നതാണ് കണ്ടത്. പിന്നീട് വീട്ടുകാർ തീയണച്ചു. ഈ സമയത്ത് അക്രമികൾ ഓടി രക്ഷപ്പെട്ടെന്ന് സാജൻ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച സുഹൃത്തിന്റെ വിവാഹ സൽക്കാരത്തിനെത്തിയ മങ്ങാട് സ്വദേശികളായ RSS പ്രവർത്തകർ ബീഫ് കഴിക്കുന്ന ചിത്രങ്ങൾ സാജൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതാണ് പ്രകോപനത്തിന് കാരണമായതെന്ന് സാജൻ പറഞ്ഞു. സംഭവം നടക്കുന്ന രാവിലെ ഫോട്ടോയിൽ ഉൾപ്പെട്ടയാൾ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയതായും സാജൻ പറഞ്ഞു. അതേസമയം ബൈക്ക് കത്തിച്ച സംഭവത്തിൽ പോലീസ് ഇതുവരെ കേസെടുത്തിട്ടില്ല. വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന ജനങ്ങളെ വറച്ചട്ടിയിൽ നിന്ന് എരിതീയിലേക്ക് തള്ളിയിടുന്ന തരത്തിൽ നിത്യോപയോഗ സാധനവില റെക്കോർഡിലേക്ക്. കുടുംബ ബജറ്റ് താളം തെറ്റിക്കുന്ന തരത്തിലാണ് വില ഉയരുന്നത്. അരി, പയർ, പച്ചക്കറികൾ, മത്സ്യം, മാംസം എന്നിങ്ങനെ എല്ലാ സാധനങ്ങളുടെയും വില കൂടിയിട്ടുണ്ട്. സാമ്പാറിനുള്ള പരിപ്പ് വിലയാണ് സർവകാല റെക്കോർഡിലേക്ക് കടന്നിരിക്കുന്നത്. തുവര പരിപ്പിന് കിലോക്ക് 210, ഉഴുന്നു പരിപ്പിന് 178, മസൂർ പരിപ്പിന് 110, ചെറുപയറിന് 130 രൂപ വീതമാണ് വില. പൂഴ്ത്തിവെപ്പാണ് പരിപ്പ് വില കൂടാൻ കാരണമായത്. ജനുവരിയിൽ 77 രൂപയായിരുന്നു തൂവപ്പരിപ്പിന്റെ ശരാശരി വില. സെപ്റ്റംബറിൽ അത് 120 രൂപയായി. ഒക്ടോബറിൽ ഓരോ ദിവസവും വില വർദ്ധിക്കുകയാണുണ്ടായത്. ഭക്ഷ്യവസ്തുക്കളിൽ ഏറ്റവും വില കൂടിയിരിക്കുന്നതും പരിപ്പിനാണ്. രാജ്യത്ത് പയറുവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനം കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ 20 ലക്ഷം ടൺ ഇക്കുറി കുറവാണ്. ഈ സാഹചര്യത്തിൽ 25 ലക്ഷം ടൺ ഇറക്കുമതി ചെയ്യാൻ കേന്ദ്ര സർക്കാർ സ്വകാര്യ വ്യക്തിയുമായി കരാറുണ്ടാക്കുകയായിരുന്നു. കരാറനുസരിച്ച് 2.5 ലക്ഷം ടൺ തുറമുഖത്ത് എത്തിച്ചെങ്കിലും ചരക്കു നീക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. മൊത്തവ്യാപാരികളും ചില്ലറ വ്യാപാരികളും ചരക്കെടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പയർവില ഉയർന്നിരിക്കുന്നത്. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി വിതരണം ചെയ്യുന്ന പരിപ്പ്, പയർ ഉൽപ്പന്നങ്ങൾ റേഷൻ കാർഡ് ഉള്ളവർക്ക് 1 മാസത്തേക്ക് 1/2 കിലോ മാത്രം വിതരണം ചെയ്താൽ മതിയെന്നാണ് സർക്കാർ ഉത്തരവ്. മട്ട, കുറുവ, ജയ അരി ഇനങ്ങൾ റേഷൻ കാർഡ് ഉള്ളവർക്ക് 2 ആഴ്ചത്തേക്ക് 5 കിലോ വീതം മാത്രമേ വിതരണം ചെയ്യാൻ പാടുള്ളൂ എന്നും സപ്ലൈകോക്ക് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. എന്നാൽ പയർവർഗ്ഗങ്ങളോടൊപ്പം മറ്റ് ഭക്ഷ്യസാധനങ്ങളുടെ വില കൂടി വർദ്ധിച്ചിരിക്കുന്നത് കുടുംബ ബജറ്റുകൾ താളം തെറ്റിക്കുകയാണ്. ഈ അവസ്ഥ തുടർന്നാൽ അരിവിലയും പയർവിലയും ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത. മുളക്, മല്ലി, ചെറുപയർ എന്നിവയുടെയെല്ലാം വില കൂടിയിട്ടുണ്ട്.
അരി, പയർ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിരിക്കുന്നത് ഹോട്ടലുകളെയും ബാധിക്കും. ഇഡ്ഡലിയും ദോശയും സാമ്പാറുമൊക്കെ സ്ഥിരം ഭക്ഷണ ലിസ്റ്റിൽ നിന്ന് പുറത്താവുകയാണ്. ഹോട്ടലുടമകൾ ഇവക്ക് വില കൂട്ടാനും തുടങ്ങിയിട്ടുണ്ട്. വില താങ്ങാനാകാതെ ചിലർ ദോശയും ഇഡ്ഡലിയുമെല്ലാം ഉണ്ടാക്കുന്നത് നിർത്തിയിട്ടുമുണ്ട്. വിലക്കയറ്റത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ കൺസ്യൂമർ ഫെഡിനെയും സപ്ലൈകോയെയും ഫലപ്രദമായി വിപണിയിൽ ഇടപെടുത്താൻ സർക്കാരിന് കഴിയുന്നില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇരുളിൻ പുക നീക്കിടാം, കരളിൽ ഹിമപൂച്ചൂടാം, നേരിൻ തിരിനാളമിടാം, പാലിൽ ചിരിത്താരുതിരാൻ, കൈരളിയിൽ ഹൈറുടരാം, ശൈലങ്ങളിലും വിതറാം, തളിരിൻ ചെടി വിത്തുകളാൽ ഹരിതം മനമിൽ നിറയാൻ, ഓരോ ഈ അണിചേരൂ, സുമസാന്ത്വന വഴി ചേരൂ, മാനവികത പൂത്തിടുവാൻ ഹൃദയങ്ങളിൽ സഞ്ചാരം, ഓരോ ഈ അണിചേരൂ, സുമസാന്ത്വന വഴി ചേരൂ, മാനവികത പൂത്തിടുവാൻ ഹൃദയങ്ങളിൽ സഞ്ചാരം. തെരുവിൻ ദുരവീതികളിൽ വീണുടയും ദീനതയിൽ, കണ്ണീർ കണച്ചാലുകളിൽ പണം കൊയ്യും മാനസമേ, ഉണരൂ ഉണരൂ ഹൃദയം ഉണരൂ, മധുരം വിളയും പരസ്നേഹ സാമ്രാജ്യം. തെരുവിൻ ദുരവീതികളിൽ വീണുടയും ദീനതയിൽ, കണ്ണീർ കണച്ചാലുകളിൽ പണം കൊയ്യും മാനസമേ, ആ മിഴികളിൽ പ്രതീക്ഷ തൻ സായുജ്യമുണർത്തിടാൻ ഈ അണിയിൽ ഇനി ചേരൂ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SYSന്റെ നേതൃത്വത്തിൽ ഡിസംബർ 13 കൊച്ചിയിൽ നടക്കുന്ന ജില്ലാ നബിദിന റാലി മീലാദ് സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായി നടക്കുന്ന അഖില കേരള ഖുർആൻ പാരായണ മത്സരം നവംബർ 12 നടക്കും. ജാമിയ അഷ്അരിയയിലാണ് ഖുർആൻ പാരായണ മത്സരം നടക്കുക. മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡുകളും ട്രോഫിയും നൽകും. കേരളത്തിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നായി ഒട്ടേറെ പേർ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ഈ മാസം 31 മുമ്പായി sysekm@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഫോൺ നമ്പർ സഹിതം പേരുകൾ രജിസ്റ്റർ ചെയ്യാം. നവംബർ 21, 22 തീയതികളിലായി പ്രസംഗം, ബുർദ, ദഫ് മത്സരങ്ങളും നടക്കും. ഇതിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷനും ആരംഭിച്ചിട്ടുണ്ട്. മീലാദ് സമ്മേളനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷങ്ങളും എന്ന വിഷയത്തിൽ നവംബർ 29 എറണാകുളം ടൗൺ ഹാളിൽ സെമിനാർ നടക്കും. നിയമവിദഗ്ധർ, പൊതുപ്രവർത്തകർ, മത, രാഷ്ട്രീയ, സാമൂഹ്യ നേതാക്കൾ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുക്കും. ഡിസംബർ 13 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ദാറുൽ ഖൈർ പദ്ധതിയുടെ ഭാഗമായി SYS ജില്ലാ സാന്ത്വന കേന്ദ്രം നിർമ്മാണം പൂർത്തീകരിച്ച ഭവന സമുച്ചയങ്ങളുടെ താക്കോൽദാനം, സമൂഹ വിവാഹം, വിദ്യാഭ്യാസ, ചികിത്സാ സഹായ വിതരണം തുടങ്ങിയവ നടക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും. SYS സംസ്ഥാന പ്രസിഡന്റ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, ജനറൽ സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, മന്ത്രിമാർ, MP-മാർ, MLA-മാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. മീലാദ് സമ്മേളനത്തിനും അനുബന്ധ പരിപാടികൾക്കുമായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുവരുന്നതായി സ്വാഗത സംഘം ചെയർമാൻ MP അബ്ദുൽ ജബ്ബാർ സഖാഫി, കൺവീനർ CA ഹൈദുറസ് ഹാജി എന്നിവർ അറിയിച്ചു. ചരിത്രപ്രസിദ്ധമായ താത്തൂർ ശുഹദാക്കളുടെ ആണ്ട് നേർച്ച അടുത്ത മാസം 4 മുതൽ 7 വരെ നടത്താൻ താത്തൂർ മഹല്ല് നിവാസികളുടെ യോഗം തീരുമാനിച്ചു. പതാക ഉയർത്തൽ, ദിക്ർ ഹൽക്ക, ബുർദ മജ്ലിസ്, പ്രാസ്ഥാനിക സമ്മേളനം, താത്തൂർ ശുഹദ മൗലിദ്, ഖത്മുൽ ഖുർആൻ, മതപ്രഭാഷണം, അന്നദാനം, കൊന്നാര സയ്യിദന്മാരുടെ വരവ് എന്നിവയാണ് പ്രധാന പരിപാടികൾ. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ, ഹാമിദ് കോയമത്തങ്ങൾ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, തനാളൂർ അബ്ദു മുസ്ലിയാർ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി തുടങ്ങിയവർ സംബന്ധിക്കും. സംഘാടക സമിതി രൂപവൽക്കരണ യോഗത്തിൽ സ്ഥലം മുദരിസ് മുഹമ്മദ് റഫീഖ് ബാക്കവി പനങ്ങാട്ടൂർ അധ്യക്ഷനായി. ഭാരവാഹികളായി മുഹമ്മദ് റഫീഖ് ബാക്കവി പനങ്ങാട് ചെയർമാനും TP മുനീർ ജനറൽ കൺവീനറുമായി തിരഞ്ഞെടുക്കപ്പെട്ടു. മാനവികതയെ ഉണർത്തുന്ന കലാസാഹിത്യാവിഷ്കാരങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും സാംസ്കാരിക അരങ്ങുകളിലൂടെ റിസാല സ്റ്റഡി സർക്കിൾ RSC സംഘടിപ്പിച്ചുവരുന്ന 7ാമത് സാഹിത്യോത്സവ് ദുബായ് സോൺ മത്സരങ്ങൾ ഒക്ടോബർ 30 മൊഹൈസിന ഗൾഫ് മോഡൽ സ്കൂളിൽ നടക്കും. പ്രൈമറി, ജൂനിയർ, സെക്കൻഡറി, സീനിയർ, ജനറൽ വിഭാഗങ്ങളിലായി 49 കലാസാഹിത്യ ഇനങ്ങളിൽ 7 സെക്ടറുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 350-ൽ പരം പ്രതിഭകൾ മാറ്റുരക്കും.
സാഹിത്യോത്സവത്തിനോടനുബന്ധിച്ച് പൊതുജനങ്ങൾക്കായി ചെറുകഥ, ഫോട്ടോഗ്രാഫി, പ്രബന്ധ മത്സരങ്ങൾ, യഥാക്രമം, ഒരു തുള്ളി, വഴിയോര കാഴ്ചകൾ, ഐലൻഡ് കുറുതി, നീയൊരു പ്രതീകം എന്നീ വിഷയങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. മികച്ച എൻട്രികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുള്ള സമ്മാന വിതരണം വേദിയിൽ നടക്കും. കുട്ടിക്കഥകൾ, പഠനങ്ങൾ, ചരിത്രങ്ങൾ, ലേഖന സമാഹാരങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ തുടങ്ങിയ പ്രമുഖരുടെ രചനകൾ ഉൾക്കൊള്ളുന്ന IPB പുസ്തകമേളയും നഗരിയിൽ സജ്ജീകരിക്കപ്പെടും. കലാസ്വാദകരുടെ മനസ്സുകളിൽ കുളിർമയേകുന്ന മാപ്പിളപ്പാട്ട്, മധുഗാനം, ദഫ്മുട്ട്, സംഘഗാനം തുടങ്ങിയ വിവിധ ആസ്വാദന കലകളുമായി നടക്കുന്ന മെഹ്ഫിലെ മലബാർ വൈകുന്നേരം 4 മണിക്കും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുന്ന സാംസ്കാരിക സംഗമം 7 മണിക്കും നടക്കും. മത്സര ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ടീം അംഗങ്ങൾ കാലത്ത് 8 മണിക്ക് മുമ്പായി രജിസ്ട്രേഷൻ പൂർത്തീകരിക്കണമെന്ന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അറിയിച്ചു. പ്രവാസി വായന പ്രചാരണ ക്യാമ്പയിനിന്റെ ഖത്തർ ദേശീയതല പ്രഖ്യാപനം ദോഹയിലെ ഹസനിയ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രവാസി വായന മാനേജിംഗ് എഡിറ്റർ N. അലി അബ്ദുള്ള ക്യാമ്പയിൻ പ്രഖ്യാപനം നടത്തി. പരിപാടിയിൽ യൂണിറ്റ്, സെൻട്രൽ, നാഷണൽ പ്രവർത്തക സമിതി അംഗങ്ങളും പ്രവാസി വായനാ വിതരണക്കാരും പങ്കെടുത്തു. സെൻട്രൽ ടാർജറ്റ്, സർക്കുലർ, വരിക്കാരെ ചേർക്കാനുള്ള ഫോറം എന്നിവ വിതരണം ചെയ്തു. ദേശീയ തലത്തിൽ ടാർജറ്റിന്റെ 200% മറികടക്കുന്നതിനുള്ള പദ്ധതികൾക്ക് രൂപം നൽകുകയും ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ വിജയത്തിനായി അഹമ്മദ് സഖാഫി പേരാമ്പ്ര ചെയർമാനും മുഹമ്മദ് ഷാ ആയഞ്ചേരി കൺവീനറുമായ 15 അംഗ പ്രചാരണ സമിതി രൂപവൽക്കരിക്കുകയും ചെയ്തു. ഖത്തർ നാഷണൽ പ്രസിഡന്റ് പറവണ്ണ അബ്ദുറസാഖ് മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ അഹമ്മദ് സഖാഫി പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം സ്റ്റുഡന്റ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ MSO ദേശീയ പ്രസിഡന്റ് ഷൌക്കത്ത് ബുഖാരി കാശ്മീരിക്ക് കൊണ്ടോട്ടി ബുഖാരിയിൽ സ്വീകരണം നൽകി. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഓർബിറ്റും ക്യാമ്പസ് വിദ്യാർത്ഥി സംഘടന സാബിക്കും സംയുക്തമായി സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിൽ തെന്നല അബു ഹനീഫൽ ഫൈസി അധ്യക്ഷത വഹിച്ചു. കൊട്ടുകര മുഹീദ്ദീൻ സൈദി യോഗം ഉദ്ഘാടനം ചെയ്തു. CP ഷെഫീഖ് ബുഖാരി കാന്തപുരം, മുഹമ്മദ് റഫീഖ് ബുഖാരി തുടങ്ങി പ്രമുഖർ പ്രസംഗിച്ചു. ICF ബഹ്റൈൻ മുഹറം അവധി നാളിൽ ശാക്തവം 2015 എന്ന പേരിൽ ഈസ ടൌണിൽ പ്രവർത്തക ക്യാമ്പും പ്രാസ്ഥാനിക സമ്മേളനവും സംഘടിപ്പിച്ചു. രാവിലെ 8-ന് ആരംഭിച്ച ക്യാമ്പ് മമ്മൂട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ KC സൈനുദ്ദീൻ സഖാഫി ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പ് അമീർ ഉസ്മാൻ സഖാഫി നിർദ്ദേശങ്ങൾ നൽകി. കൺവീനർ KP സുൽഫീഖർ അലി സ്വാഗതം ആശംസിച്ചു. രാത്രി 7:30-ന് നടന്ന പ്രാസ്ഥാനിക സമ്മേളനത്തിൽ സയ്യിദ് ഹാഷിം തങ്ങൾ മുഖ്യ പ്രഭാഷണം നടത്തി. മതവിധി വിലക്കുകളുടെ സർവ്വസീമകളും ലംഘിച്ച് നീങ്ങുന്ന ചേളാരി വിഭാഗത്തിന്റെ ഫത്വകളും വിധി പ്രസ്താവനകളും പാഴ്വേലയാണെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് തെരുവോരങ്ങളിലെ മലീമസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഫ്ലക്സ് ഫോട്ടോ പ്രദർശനങ്ങൾ. തദ്ദേശ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കെ തെരുവോരങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ഫോട്ടോകളായിരുന്നു. എന്നാൽ ഈ ഫോട്ടോത്സവങ്ങൾക്കിടയിൽ എഴുന്നു നിൽക്കുന്നത് തലങ്ങും വിലങ്ങും ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്ന പണ്ഡിതന്മാരുടെ പടങ്ങളാണെന്നത് കൌതുകകരമാണ്. ഇത് പൊതുസമൂഹത്തിൽ തെറ്റായ ധാരണ പരത്താനും കാരണമായിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒരു കാലത്ത് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമൊക്കെ തങ്ങൾ ദൈവതുല്യമായി കണ്ടിരുന്ന സിനിമാ നടന്മാരുടെ കൂറ്റൻ ബോർഡുകളും കട്ടൌട്ടുകളുമായിരുന്നു കാണപ്പെട്ടിരുന്നതെങ്കിൽ ഏതാനും വർഷങ്ങളായി ചേളാരി സമസ്തക്കാരുടെ ഫ്ലക്സ് ഫോട്ടോ പ്രദർശനങ്ങൾ മതദർശനങ്ങളുടെ കടുത്ത ലംഘനമായി മാറിയിരിക്കുകയാണ്. സൂക്ഷ്മാലുക്കളായ പണ്ഡിത മഹത്തുക്കളുടെയും സാദാത്യങ്ങളുടെയുമൊക്കെ പടങ്ങൾ സംഘടിപ്പിച്ച് നിലവിലുള്ള ചേളാരി നേതാക്കളുടെ ഫോട്ടോ സമം ചേർത്തായിരുന്നു പ്രദർശനമത്രയും. സമസ്ത സ്ഥാപകനും സയ്യിദ് പരമ്പരയിലെ സൂര്യതേജസ്സുമായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതലുള്ള പൂർവ്വസൂരികളുടെ ഫോട്ടോക്കൊപ്പമായിരുന്നു ചോട്ടാ നേതാക്കളുടെ ഫോട്ടോകൾ പ്രദർശിപ്പിച്ചിരുന്നത്. ഈ ഫോട്ടോകൾ തെരുവിൽ മലീമസപ്പെടാനും മറ്റും കാരണമായതോടെ പുതിയ ചർച്ചകൾക്ക് തുടക്കമായി. മതരംഗത്തു നിന്നു മാറി രാഷ്ട്രീയ രംഗത്തും ഈ ഫോട്ടോ പ്രദർശനം ചൂടേറിയ ചർച്ചയായതോടെ ചേളാരി വിദ്യാർത്ഥി സംഘടനയ്ക്കെങ്കിലും ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നു. പക്ഷേ തീരുമാനത്തിന് അല്പായുസ്സു മാത്രം. കഴിഞ്ഞ വർഷം തിരൂരിൽ നടന്ന SKSSF സംസ്ഥാന സംഗമത്തിന്റേതായിരുന്നു തീരുമാനം. മതപ്രഭാഷണ വേദികളുടെയും സംഘടനാ വേദികളുടെയും പേരിൽ മഹത്തുക്കളായ സാദാത്യങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ഫോട്ടോകൾ ഫ്ലക്സ് ബോർഡുകളിലും മറ്റും പ്രദർശിപ്പിക്കുന്നത് എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് നാട്ടിൽ വ്യാപകമായ സാഹചര്യത്തിൽ ഈ പ്രവണതയ്ക്ക് കടിഞ്ഞാണിടണമെന്ന് തിരൂരിൽ SKSSF ഇബാദ് സംഘടിപ്പിച്ച ത്രിദിന കേരള തസ്കിയത്ത് കോൺഫറൻസ് പ്രമേയം ആവശ്യപ്പെട്ടു. മതപരമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ പാലിക്കേണ്ട സകല മര്യാദകളും കാറ്റിൽ പറത്തി ഇസ്ലാമിക വിരുദ്ധതയുടെയും അനാദരവിന്റെയും കൂത്തരങ്ങായി പല പരിപാടികളും മാറിക്കഴിഞ്ഞു. ആഭാസകരമായ ഇത്തരം ഫോട്ടോ സംസ്കാരം ഉപേക്ഷിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. ഇതാണ് വാർത്ത. മതവിരുദ്ധ ചെയ്തികളിലൂടെ തെരുവുകളിൽ ഇസ്ലാമിക സംസ്കാരത്തെ അപഹസിച്ചവർക്ക് ബോധോദയമുണ്ടായതിന്റെ തെളിവാണത്രേ ഈ പ്രസ്താവന. ആഭാസകരമായ ഫോട്ടോ സംസ്കാരം ഉപേക്ഷിക്കണമെന്ന് തിട്ടൂരം.
ആദരിക്കേണ്ടതിനെയും ആദരിക്കപ്പെടേണ്ടവരെയും ആദരിക്കണമത്രേ. 3 ദിവസത്തെ തസ്കിയത്ത് ക്ലാസ്സിലൂടെ ഇത്രയെങ്കിലും എത്തിയതിന് നന്ദി. ഇടക്കാലത്ത് ചെറിയൊരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇതാ വീണ്ടും പ്രദർശനം ആരംഭിച്ചു കഴിഞ്ഞു. വില പറഞ്ഞുറപ്പിച്ച് പാടാനും പാടിപ്പറയാനും അത്തർ പൂശിയ ചിത്രങ്ങൾ കണ്ട് ആസ്വദിക്കാനും കേരളീയർക്ക് ഇനിയും അവസരങ്ങളുണ്ട്. അതെ, ചേളാരിക്കാരുടെ പ്രസ്താവനയുടെയും താക്കീതിന്റെയും ആയുസ് എത്രയെന്ന് പലവരും ഇതേ കേരളീയർ കണ്ടതാണല്ലോ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇരുമുന്നണികൾക്കും നായകൻ തലവേദന. ചർച്ചകൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് വഴിമാറുന്നു. പിണറായിയുടെ RSS വിരോധം അവസരവാദപരമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വിലക്കയറ്റത്തിൽ നട്ടം തിരിയുന്ന ജനത്തെ വലച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വില സർവകാല റെക്കോർഡിലേക്ക്. ഉത്തരേന്ത്യയിൽ ശക്തമായ ഭൂചലനം. ഡൽഹി, കാശ്മീർ, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഭൂചലനമുണ്ടായത്. ചരിത്രപ്രസിദ്ധമായ താത്തൂർ ശുഹദ ആണ്ടുനേർച്ച അടുത്ത മാസം 4 മുതൽ. പ്രവാസി വായന. ഖത്തർ നാഷണൽ തല പ്രചാരണ ക്യാമ്പയിനിന് തുടക്കമായി. മീലാദ് സമ്മേളനത്തിന്റെ ഭാഗമായി അഖില കേരള ഖുർആൻ പാരായണ മത്സരം നവംബർ 12 കൊച്ചിയിൽ. കലാസാഹിത്യാവിഷ്കാരങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും അരങ്ങുണർത്തി RC ദുബൈ സോൺ സാഹിത്യോത്സവ് ഒക്ടോബർ 30. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.